ശരീരം ഭാഗികമായി തളർന്നു പോയവർക്കുള്ള ഫിസിയോതെറാപ്പി സേവനം ഇനി യന്ത്രസഹായത്താൽ വയനാട്ടിലും ലഭ്യമാകും. നൂൽപ്പുഴ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലാണ് റോബോട്ടിക് ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഈ സേവനം ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ആദ്യമായി റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. അത് നൂൽപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. മന്ത്രി വീണ ജോർജാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ നമ്മുടെ ഓരോരോ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് ജി ഗേറ്ററാണ്. അതായത് ഇതിലിപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജഗദീഷ് എന്ന് പറയുന്നത്. അപകടത്തിൽപ്പെട്ട് 10 മാസം പൂർണ്ണമായിട്ട് കിടപ്പിലായിട്ടുള്ള ഒരാൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ കാട്ടിലൂടെ മുന്നിലുള്ള സ്ക്രീനിൽ മരങ്ങൾ കാണുന്നു, റോഡിലൂടെ നടക്കുന്നത് പോലെ കാണുന്നു. പിന്നെ ഒരു മൂവ്മെൻറ്റ്, ആദ്യം മൂവ്മെൻറ്റ് വരും, പിന്നെ അത് കാല് താഴെ തൊടും, നടക്കുന്ന അനുഭവമാണ്. അപ്പോൾ അത് വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ഇത്ര മണിക്കൂറുകൾ സെഷൻസ് വേണമെന്നുണ്ട്. ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ്. ഇത് ആദ്യം നമ്മൾ സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. പക്ഷേ വയനാട് ജില്ലയിൽ നൂൽപ്പുഴ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വയനാട് പാക്കേജിൽ നിന്നാണ് ഇത് അനുവദിച്ചത്. അപ്പോൾ റോബോട്ടിക് സൊല്യൂഷൻസ്, റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് പുനരധിവാസം സാധ്യമാണ് എന്നുള്ളതും അത് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലൂടെ സാധ്യമാക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും നിസ്സഹായരായി പോകുന്ന ഒരു വലിയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ ആശ്വാസമാണെന്നുള്ളത് മനസ്സിനെ നിറയ്ക്കുന്ന ഒരനുഭവമാണ്. ബൈക്ക് ആക്സിഡൻ്റ് ആയതാണ്. അതിന് 10 മാസമായി ഫീല് കിട്ടുന്നുണ്ട്. ഇതിൽ നടക്കുമ്പോൾ നടക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. പോസിറ്റീവ് എനർജിയാണ്. നടക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ്. സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. പൂർണ്ണമായിട്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നിരാശ, പ്രയാസം, പിന്നെ ഒരു അമ്മ, സഹോദരൻ, മറ്റ് അവർക്കൊക്കെ ഉണ്ടാകുന്ന അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതൊരു പ്രതീക്ഷയും അത് മാത്രമല്ല വലിയ രീതിയിൽ വിസ്മയകരമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഫിസിയോതെറാപ്പി നൽകാൻ കഴിയുന്നൊരു സേവനം അത്തരത്തിലുള്ള രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും അതൊരു വയനാടിനെ സംബന്ധിച്ച് ഗുണപരമായ മാറ്റമാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.